സ്റ്റെഫിൻ അനുവിൻ്റെ വീട്ടിലുണ്ട്. സ്റ്റെഫിൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരേ ഇടവകയുടെ അടുത്തടുത്ത വീടുകളാണ്. കല്യാണത്തിൻ്റെ ദിവസങ്ങളിലെ കല്യാണത്തിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോ അടക്കം നമ്മൾ കണ്ടതാണ്. വലിയ സന്തോഷകരമായ ആഘോഷപൂർവ്വം എല്ലാവരും ഉൾപ്പെട്ട ഒരു കല്യാണ ചടങ്ങായിരുന്നു. ആ കല്യാണ ചടങ്ങ് കഴിഞ്ഞ് 15 ദിവസമാകുമ്പോഴാണ് ദാരുണമായ ദുഃഖവാർത്ത എന്ന നാളെ അനുവിൻ്റെ പിറന്നാളായിരുന്നു, ക്രിസ്മസ് കാലമാണ്. കരോളിലൊക്കെ ഇത് അനുവിൻ്റെ അച്ഛനുൾപ്പെടെ പങ്കെടുക്കുന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ അത്യന്തം സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എത്രത്തോളം വലിയ ദുഃഖത്തിലേക്കാണ് അവർ തളർന്ന് വീഴുന്നത്. അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ആരുടെ രതീഷ്, അത്യന്തം ദുഃഖഭരിതമായ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട ആശുപത്രിയിൽ പോയതിനു ശേഷം ബിജുവിൻ്റെ ഭാര്യ, അതായത് അനുവിൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവർക്ക് ആ സങ്കടം താങ്ങാനാകുന്നില്ല. അത് കണ്ടു നിൽക്കാൻ ഒരുപക്ഷെ നമുക്കും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം അടുത്ത ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒന്നും തന്നെ ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം ഈ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു ദുഃഖഭരിതമായി വീട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെല്ലാം ആ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രി ോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഏതായാലും ബിജുവിൻ്റെ സഹോദരൻ വിദേശത്താണ്, ഒപ്പം തന്നെ നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ്. അവരൊക്കെ വന്നാൽ മാത്രമേ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ ഈ വിവരമൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ്. ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമൊന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഇനി പത്തനംതിട്ട പോയായിരുന്നു, പോയിട്ട് വരുമോ? ഇനി ഒരാളെ കൊണ്ടുപോയി അടുത്തിട്ട് മുറിച്ചിലേക്ക് വരും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? പോസ്റ്റ്മോർട്ടം ഒരാളെ കഴിഞ്ഞു, രണ്ടുപേരും ബിജുവിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് മോർച്ചറിയിലാണ്. ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ കാണുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ബന്ധുക്കാർ വരാനുണ്ട്. ചേട്ടൻ ഇവിടെ? ഞാൻ അളിയനുണ്ട്. അളിയനായി ബിജു. ഇവിടെ വീട് എവിടെയാ? എൻ്റെ വാഴമുട്ടം. ഇത് അളിയന. അപ്പം ഈ വിവാഹം ഇവിടെ ആണോ, നാട്ടിലാണോ? അതെ അതെ. ഈ വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സന്തോഷമായിരുന്നു അല്ലേ? സന്തോഷമായിരുന്നു. എന്തോ വല്ലാത്തൊരു ദാരുണമായ സംഭവമായി. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൻ്റെ ചരിത്രം മാറുന്നത്. ഇന്നിവിടെ വന്ന് വലിയ ആഘോഷമായി നടക്കുന്നുണ്ട്. എൻ്റെ ബ്രദറും മരിച്ചിട്ട് 2 വർഷം ആവുന്നുള്ളൂ. എൻ്റെ സിസ്റ്ററായത്, കസിന. നമുക്ക് കുടുംബത്തിനൊന്നും സഹിക്കാൻ പറ്റും, പറയാൻ വാക്കുകളില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും അത്രയധികം ദുഃഖഭരിതമാണ് യഥാർത്ഥത്തിൽ ഈ വീടിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മ മാത്രമേ ഈ വീട്ടിലുള്ളൂ, ഇല്ലല്ലോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളത് കുടുംബ വീടാണ്. ആ കുടുംബ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് ബിജു പി ജോർജിൻ്റെ അച്ഛനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്നുള്ള ബന്ധുക്കളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ സമീപത്തുള്ള വീടുകളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ പലരും പള്ളിയിലേക്കൊക്കെ പോകാൻ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. അതൊക്കെ ഒരു വലിയ ഞെട്ടൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ അടുത്ത ആളുകൾ, അടുത്ത ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് ഓരോ വാഹനത്തിലായി വരുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്താ ചേട്ടൻ റിലേറ്റീവാണോ? മരിച്ച പയ്യൻ എൻ്റെ റിലേറ്റീവാണ്. അമ്മയുടെ ചേട്ടത്തിയുടെ കൊച്ചുമോനാണ് മരിച്ചത്. എവിടെ ചേട്ടൻ സ്ഥലം എവിടെയാണ്? എൻ്റെ തൊട്ട് അപ്പുറത്ത്, ഇതിന് താഴെ തന്നെ. പെണ്ണിൻ്റെ വീട്ടിൽ അത് നമ്മുടെ അയൽവക്കമാണ്. അറിഞ്ഞത് രാവിലെ തൊട്ടപ്പുറത്താണ് കുടുംബ വീട്. അവിടെ ചേട്ടൻ്റെ മോള് രാവിലെ വന്ന് ഓളി ബെല്ലടിച്ച് 6 മണിയായപ്പോഴേ അറിഞ്ഞു. അന്നേരം ആദ്യം ഒരു ബെല്ലടിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് പറയും ഇതുപോലെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞത്. കാര്യം കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു മാര്യേജ്. ഇവരെ കാര്യം ഇവിടെ പോയതായിരുന്നല്ലേ മധുവിധു ആഘോഷിക്കാൻ വേണ്ടി. അപ്പം ചെറുക്കൻ്റെ ഫാദറും പെണ്ണിൻ്റെ ഫാദറും കൂടെയാണ് വിളിക്കാൻ പോയിട്ട് വന്നത്. അങ്ങനെ മുറിഞ്ഞലി വെച്ചാണ് ഇവിടെ ഉണ്ട്. അപ്പം കേട്ടപാട് തന്നെ ഞാൻ ഇവിടെ കോന്നിയിലായിരുന്നു, ഇത്ര നേരം കോന്നിയിൽ ആയിരുന്നു. അപ്പോൾ ഈ ഇവിടെ അനു ചെറിയൊരു ജീവനുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയായിരുന്നു. പത്തനംതിട്ട രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ 3 ബോഡി പിന്നെ പത്തനംതിട്ട കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേത് അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇനി അടക്കം കാര്യങ്ങളുമൊക്കെ എന്നാണെന്നുള്ള അറിയത്തില്ല. മക്കളൊക്കെ വേറെ വരാനുണ്ട്, ബന്ധുക്കളൊക്കെ വരാനുണ്ട്. എന്തായാലും ഭയങ്കര സംഭവമായിപ്പോയി. ഈ അയൽവക്കമാണെങ്കിലും അടുത്ത ബന്ധുവായിരുന്നു. ഇതെല്ലാം എല്ലാവർക്കും നല്ല ഇതാണ് പറയാൻ തന്നെ ഉള്ളത്.
തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കുമെല്ലാം അവരെ പറ്റി ഓർക്കുമ്പോൾ 100 നാവാണ്. 2 കുടുംബമാണെങ്കിൽ പോലും ഒരു ഇടവകയിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബം എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ്, ദുഃഖത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധുക്കളൊക്കെ തന്നെ ഉള്ളത്. ഇനി യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നുള്ള കാര്യം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. കാരണം എങ്ങനെ പിടിച്ചു നിൽക്കും? 2 വീട്ടിലും 2 അമ്മമാർ, സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന ഒരു മാനസികമായൊരു പിന്തുണ അത് കൊടുക്കുന്നതിന് വേണ്ടി ദൂര സ്ഥലത്തു നിന്ന് പോലും ബന്ധുക്കളൊക്കെ തന്നെ പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞ് ഓടി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ വീട്ടിലാണ് അനുവിൻ്റെ അമ്മയുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് അവർ മധുവിധം ആഘോഷിച്ച ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം ഞായറാഴ്ചയാണ്, പള്ളിയിലൊക്കെ പോയി സന്തോഷത്തോടു കൂടി വീട്ടിൽ ചെലവഴിക്കേണ്ട ഒരു ദിവസമാണ്. അതോടൊപ്പം നാളെ അനുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, പിറന്നാൾ ദിവസമാണ്. അതിന് തൊട്ട് തലേന്നാണ് ഇങ്ങനെ ഒരു ദാരുണമായ വാർത്ത, ദാരുണമായ അന്തരീക്ഷത്തിലേക്ക് ഈ വീടും വീട്ടുകാരുമെല്ലാം തന്നെ മാറുന്നത്.